ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ബുള്ളറ്റ് ചാനൽ സെറ്റപ്പാണ് ചെയ്യാൻ പോണത്. ഈ ഒരു വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റായി എന്നറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ, എക്സാം ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ ലാഗ് വന്നത്. ഇനി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇടട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ ഈ മാസം ഈ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ എക്സാമിൻ്റെ ഇടയിലുള്ള ഒരു സ്റ്റഡി ലീവിലാണ് ഞാൻ ഈ ഒരു സംഭവം എഡിറ്റ് ആക്കിയിട്ട് ഇടുന്നത്. അപ്പോൾ ആരും കാണാതെ പോകരുത്. കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് എഡിറ്റൊക്കെ ആക്കിയത്. ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഏതാണ്ട് ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും. സെം എക്സാം ആയതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഇത്ര ലാഗായത്. എക്സാം ഒക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടാമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ടോപ്പിക്കൊന്നുമല്ല, നമ്മുടെ ബുള്ളറ്റ് ജേർണലിൻ്റെ സെറ്റപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പേജിലായിട്ട് ഞാൻ എൻ്റെ പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്, പിന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റിക്കർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ഇതിന് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 150 റുപ്പീസിന് കുറേ സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചെക്ക് ചെയ്താൽ മതി. ഞാൻ അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പേജിൽ വലിയ ഡിസൈനായിട്ടൊന്നും ഞാൻ വരച്ചിട്ടില്ല. ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളത്. ഓവർ സിമ്പിളായി പോയോ എന്ന് തോന്നിയിട്ട് ഞാൻ ഒരു ബോവും ഒരു ഹാർട്ടൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓറഞ്ച് യെല്ലോ തീമിൽ കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. അടുത്ത പേജിലായിട്ട് ഞാൻ കലണ്ടറാണ് എഴുതി കൊടുക്കുന്നത്. 2025 കലണ്ടർ നോക്കിയിട്ട് നമുക്ക് ഓരോ മന്തും എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ കളറൊക്കെ ചെയ്തിട്ട് കലണ്ടറൊക്കെ എഴുതി കൊടുക്കാം. ഞാനിവിടെ പോട്ട്സൊക്കെ വരച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ മന്തും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ മന്തിൻ്റെയും ഹെഡിങ് വന്നിട്ട് നമുക്ക് കളറൊക്കെ ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത പേജിലായിട്ട് ഞാൻ ബർത്ത്ഡേസ് ആണ് എഴുതി കൊടുക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹെഡിങ് എഴുതി കഴിഞ്ഞത് ഇങ്ങനെ എല്ലാം വരച്ചത് വരുന്നത്. പക്ഷേ ബലൂൺ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ബർത്ത്ഡേസിനായിട്ട് ഇങ്ങനെ ബലൂൺസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ മന്ത്സും എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ആ ഒരു സ്പെസിഫിക് മന്തിന് സ്ട്രെയിറ്റ് ആയിട്ട് ആരുടെയൊക്കെയാണോ ബർത്ത്ഡേ വരുന്നത് അവരുടെയൊക്കെ പേരൊന്ന് എഴുതി കൊടുക്കാം. ഞാനിവിടെ ജാനുവരിയിൽ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എൻ്റെ പേരാണ് ഇവിടെ എഴുതി കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. അടുത്ത പേജിലായിട്ട് ഞാൻ കുറച്ച് സെൽഫ് കെയറിങ് ആണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൽഫ് കെയർ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ഒക്കെ എഴുതി കൊടുക്കണമല്ലോ. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് കുറച്ച് സെൽഫ് കെയറിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ കുറച്ചെങ്കിലും ഫോളോ അപ്പ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമ്മൾ ഈ വർഷം മടി പിടിച്ച പോലെ ഇരിക്കേണ്ടി വരും. നമ്മുടെ ലൈഫിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരണ്ടേ. നമ്മൾ എപ്പോഴും ഇങ്ങനെ മടി പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഈ വർഷം തുടങ്ങിയ സ്ഥിതിക്ക് കുറച്ച് നല്ല ശീലങ്ങളൊക്കെ കൊണ്ടുവരണം, നല്ല ശീലങ്ങളൊക്കെ ബിൽഡ് ചെയ്യണം.
അങ്ങനെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ മാക്സിമം ഞാൻ ഇതിൽ എഴുതിയ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. നിങ്ങളും അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം. ഇനി കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, സ്കെച്ച് വെച്ചിട്ട് ഇങ്ങനെ കളറൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ 3 ബോസൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സംഭവം സ്റ്റിക്കർ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ സെൽഫ് കെയറിങ്. ഇനി അടുത്ത പേജിലോട്ട് പോവാം. അടുത്ത പേജിലായിട്ട് ഞാൻ കുറച്ച് പോസിറ്റീവ് നോട്ട്സ് ആണ് എഴുതി കൊടുക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സാഡായിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എടുത്ത് വായിക്കുമ്പോൾ കുറച്ചെങ്കിലും മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പഠിക്കാൻ മൂടില്ലെങ്കിലും നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ കുറച്ചെങ്കിലും പഠിക്കാം എന്നൊരു തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എഴുതി കൊടുക്കുന്നത്. കുറച്ച് പോസിറ്റീവ് നോട്ട്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇതൊക്കെ എഴുതി കൊടുക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് കോട്ട്സ് ചെയ്തിട്ട് ഓരോ ഷേപ്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ പോസിറ്റീവ് നോട്ട്സിന്റെ പേജിൽ. ഇനി അടുത്ത പേജിലായിട്ട് ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ഇതിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് യൂട്യൂബിൽ എന്തൊക്കെ കണ്ടന്റ് ഇടാം എന്നുള്ള ഐഡിയാസ് ഒക്കെ ഇതിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പേജ് മെയിൻലി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഹെഡിങ് ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് തോന്നുമ്പോൾ അതൊക്കെ ഒന്ന് ഇതിൽ എഴുതി കൊടുക്കാം. അടുത്ത പേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോൾസ് ആണ് എഴുതി കൊടുക്കുന്നത്. 2025 എന്തൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എല്ലാ ഗോൾസും തന്നെ നമുക്ക് ഇതിൽ എഴുതി കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഗോൾസ് ആണ് എഴുതി കൊടുക്കുന്നത്. ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എല്ലാം നമുക്ക് കണ്ടറിയാം. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയണ്ടല്ലോ. പിന്നെ ഈ ഒരു സ്റ്റിക്കർ വന്നിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഒന്നുമില്ല, പിൻട്രസ്റ്റിൽ നമുക്ക് ഇതുപോലത്തെ ഇമേജസ് ഒക്കെ കിട്ടും. അതൊന്ന് ട്രേസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗോൾസിൻ്റെ പേജിൽ. ഇനി അടുത്ത പേജിലായിട്ട് ഞാൻ കുറച്ച് ഡ്രോയിങ്സ് ആണ് വരച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ഡ്രോയിങ്സ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, പാറ്റേൺസ് എന്ന് പറയാം നമുക്ക്. ഇങ്ങനെ കുറച്ച് ബോക്സ് ഒക്കെ വരച്ചെടുക്കാം. എന്നിട്ട് ആ ബോക്സിനൊക്കെ ബോർഡർ വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ കുറച്ച് ബോക്സ് ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചുമ്മാ വരച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ ബോക്സ് എല്ലാം കളർ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കിട്ടും. പിന്നെ അടുത്ത പേജാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പേജ്. നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കേക്കൊക്കെ വരച്ച് കളറൊക്കെ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വരച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ ഒരു പിക്ചർ വന്നിട്ട് നമുക്ക് സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ സൈഡിൽ കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഞാൻ നമ്മുടെ ബർത്ത്ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ബർത്ത്ഡേൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എഴുതി കൊടുക്കാം. അതായത് 2025 നമ്മുടെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നെല്ലാം അതിൽ എഴുതി കൊടുക്കാം. അപ്പം നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് എഴുതാനായിട്ട് ഞാൻ ആ ഒരു പേജ് ലീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ പേജിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ബുക്കിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേജും ഇതുതന്നെയാണ്. നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. അതിൻ്റെ മുന്നായിട്ട് നമുക്കൊരു സംഭവമൊക്കെ ഉണ്ടാക്കണം. ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ സെൽഫായിട്ട് ഒരു ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എൻവലപ്പാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻവലപ്പ് ഉണ്ടാക്കി തരാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരാണെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി, ഈസി ആയിട്ട് കിട്ടും. ഒന്നുമില്ല, ഒരു സ്ക്വയർ പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഗ്ലൂ തേച്ച് ഒട്ടിച്ച് കൊടുത്താൽ സംഭവം സെറ്റായി കിട്ടും. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലായിക്കോളും. അങ്ങനെ നമ്മൾ എൻവലപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഡിസൈൻ ചെയ്ത് എടുക്കണമല്ലോ. ഞാൻ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കവർ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പേർപ്പിൾ കളർ വെച്ചിട്ട് ഇങ്ങനെ കേർവ്സൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഇടാനായിട്ടൊരു ലെറ്റർ വേണം. ഞാനിവിടെ ഓൾറെഡി ഒരു ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് തന്നെ. അപ്പോൾ അതൊന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിൻട്രസ്റ്റിൽ നിന്ന് ട്രേസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് സംഭവം.
അപ്പോൾ ഇതാണ് ഈ ലെറ്റർ പേജിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പേജിലോട്ട് പോകാം. അപ്പം ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തത് വന്നിട്ട് ഇൻസ് ആൻഡ് ഔട്ടാണ്. എന്തൊക്കെ സംഭവങ്ങൾ ഈ ഒരു 2025 നമ്മൾ കീപ്പ് ചെയ്യണം, എന്തൊക്കെ സംഭവങ്ങൾ പുറത്ത് കളയണം. അതായത് കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ മാറ്റണം, ലേസിനെസ് അതൊക്കെ സംഭവങ്ങളൊക്കെ മാറ്റണം എന്നുള്ള സംഭവങ്ങളൊക്കെ ഔട്ടിൽ എഴുതി കൊടുക്കാം. പിന്നെ പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് നല്ല ശീലങ്ങളൊക്കെ കൊണ്ടുവരണമല്ലോ, അതൊക്കെ ഇൻസിലായിട്ട് എഴുതി കൊടുക്കാം. ഞാൻ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇൻസിലും ഔട്ടിലായിട്ട് എഴുതി കൊടുക്കുന്നത്. അതായത് ഞാൻ നേരത്തെ ഒന്നും എണീക്കാറില്ല, അപ്പോൾ എന്തായാലും ഈ ഒരു വർഷം കുറച്ച് നേരത്തേക്ക് എണീച്ച് ശീലിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്യൂട്ടൊക്കെ ആക്കാനായിട്ട് ഞാൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു പേജ്. ഇനി നമുക്ക് ഈ ഒരു ജേർണൽ ആദ്യം മുതലൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ചാനൽ ഒന്ന് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ബൈ.